നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിലെ രത്ലം ജില്ലയിൽ ശിവലിംഗത്തിൽ കാൽ വെച്ചതിനും സോഷ്യൽ മീഡിയ സൈറ്റിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിനും ഇമ്രാൻ സുഖ എന്ന ആളെ മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു. ശിവലിംഗത്തെ അപമാനിക്കുന്ന വീഡിയോ ഇമ്രാൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചതിനെ തുടർന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. റിപ്പോർട്ടുകൾ പ്രകാരം പ്രതി ഇമ്രാൻ സുഖ ശിവലിംഗത്തിൽ തന്റെ കാൽ വെച്ചിരിക്കുന്നത് കാണിക്കുന്ന ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്തിരുന്നു. വീഡിയോ പുറത്തു വന്നതോടെ ബജ്രംഗ് ദളിന്റെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും അംഗങ്ങൾ സ്റ്റേഷൻ റോഡ് പോലീസ് സ്റ്റേഷനിൽ FIR ഫയൽ ചെയ്തു. പ്രാദേശിക റിപ്പോർട്ടുകൾ പ്രകാരം മധ്യപ്രദേശിലെ രത്ലം ജില്ലയിലാണ് സംഭവം. ഈ വീഡിയോ ഹിന്ദു സമൂഹത്തിൽ വൻ രോഷത്തിന് കാരണമായിട്ടുണ്ട്. ഇത് അറസ്റ്റിലായ വ്യക്തിക്കെതിരെ കർശനമായ ശിക്ഷയും അവർ ആവശ്യപ്പെട്ടു. പ്രതികൾ ഹിന്ദു ദൈവത്തെ ബോധപൂർവം അവഹേളിച്ചതാണെന്നും പോളിഗ്രൗണ്ടിന് സമീപമാണ് പ്രതികൾ അവസാനമായി കണ്ടതെന്നും ഹിന്ദു സംഘടനകൾ പോലീസിനോട് പറഞ്ഞു. പ്രതി ഇതേ സ്ഥലത്ത് വെച്ചാണ് വീഡിയോയും ചിത്രീകരിച്ചത്. സുഖ മഹാരാജ് എന്ന തന്റെ ഐഡിയിൽ നിന്നാണ് വീഡിയോ അപ്ലോഡ് ചെയ്തതായി പരാതിക്കാർ പറഞ്ഞത്. റീലിന്റെ സ്ക്രീൻഷോട്ട് പോലീസിൽ ഹാജരാക്കിയ ശേഷം പ്രതികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. സുഖ മഹാരാജ് എന്ന തന്റെ ഐഡിയിൽ നിന്ന് ഇമ്രാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഇമ്രാൻ സ്ഥിരം കുറ്റവാളിയാണെന്നും ഇയാൾക്കെതിരെ മുൻപും നിരവധി ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. അറസ്റ്റിനു ശേഷം ഒരു ജില്ലാ ആശുപത്രിയിൽ അക്രമാസക്തമായ ജനക്കൂട്ടത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു ഇയാൾക്ക്. ജില്ലാ ആശുപത്രിയിൽ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടെ ഒരു സംഘം ആളുകൾ ഇയാളെ ആക്രമിക്കുകയായിരുന്നു. പോലീസ് പെട്ടെന്ന് ഇടപെട്ട് അദ്ദേഹത്തെ സുരക്ഷിതമായി പുറത്തെത്തിക്കുകയും കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയും രോക്ഷം ആളിക്കത്തുകയും ചെയ്തതോടെയാണ് പോലീസ് ഇയാളെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത്. ഈ വീഡിയോ ഹിന്ദു സമൂഹത്തിനിടയിൽ വൻ രോഷത്തിനാണ് കാരണമായിരിക്കുന്നത്. പ്രതികൾക്കെതിരെ കർശനമായ ശിക്ഷയാണ് നെറ്റിസൻസ് ആവശ്യപ്പെടുന്നത്. ഇമ്രാൻ സ്ഥിരം ക്രിമിനലാണെന്നും മനക് ചൌക്ക്, സ്റ്റേഷൻ റോഡ് പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകൾ ഇയാൾക്കെതിരെ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും രത്ലം പോലീസ് വെളിപ്പെടുത്തി. സംഭവത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഇമ്രാൻ ജയിൽ മോചിതനായത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.